അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിൽ നിന്നും കൊല്ലപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. ആദ്യത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് മാത്രം താഴേക്ക് എഴുതിയെടുക്കാം. 1. നിസ്കാരം നിർബന്ധമാകാൻ 4 ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കാം. നിസ്കാരം നിർബന്ധമാകാൻ 4 ഷർത്തുകൾ. 2. വുളൂഇന് ഡാഷ് വുളൂഇന് 6 ഫർളുകളുണ്ട്. 3. ഫാസിഖിനോടും മുബ്തദഇനോടും തുടരൽ ഡാഷ് ഫാസിഖിനോടും മുബ്തദഇനോടും തുടരൽ കറാഹത്താണ്. 4. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് ഉണ്ടല്ലേ, ബ്രാക്കറ്റിലുണ്ടാകും. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ്. 5. ഖൽബിയായ ഫർള്, അതായത് ഹൃദയം കൊണ്ട് കരുതേണ്ട ഫർള്. നിസ്കാരത്തിൽ ഒന്നാമത്തേതാണ് നിയ്യത്ത്, അതാണ് ഖൽബിയായത്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. നെഞ്ചുകൊണ്ട് ഖിബലക്ക് മുന്നിടണം. ആര്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ. 2. വിത്റിലെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ. ഉത്തരം: ഒന്നാമത്തേതിൽ സൂറത്തുൽ അലയും, രണ്ടാമത്തേതിൽ സൂറത്തുൽ കാഫിറൂനും, മൂന്നാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസും, അതുപോലെ മുഅവ്വദതൈനും. 3. ജുമുഅ വാജിബ് ഇല്ലാത്തവർ. ഉത്തരം: കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ, ഉദുറുള്ളവർ എന്നിവർക്ക് ജുമുഅ വാജിബില്ല. 4. നിത്യ അശുദ്ധിക്കാർ സമയമായ ശേഷം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ. ഉത്തരം: ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഇവക്കൊക്കെ സമയമായ ശേഷം ഈ പറഞ്ഞ ആളുകൾക്ക് വുളൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതുക. ഓരോ ചോദ്യത്തിനും ഈ 2 ഉദാഹരണം എഴുതുക. 1. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. മറ്റു ഷർത്തുകൾക്ക് പുറമേ, അതായത് സാധാ ഫർള് നിസ്കാരത്തിൻ്റെ ഷർത്തുകളുണ്ടല്ലോ, അതിന് പുറമേ 2 ഷർത്താണ് മയ്യിത്ത് നിസ്കാരത്തിനുള്ളത്. 1. മയ്യിത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക. 2. ഹാളറായ മയ്യിത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക. ഈ 2 ഷർത്തുകളാണുള്ളത്. ചോദ്യം 2. ഖുതുബയുടെ ഫർളുകൾ. ഖുതുബക്ക് 5 ഫർളുകളാണുള്ളത്. 1. അള്ളാഹുവിനെ സ്തുതിക്കുക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പേര് വെളിവാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക. 3. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. 4. രണ്ടിലൊരു ഖുതുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതുക. 5. രണ്ടാം ഖുതുബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് പൊതുവെ ഈ 2 ഉദാഹരണങ്ങളിലാണ് വരാറ്, എങ്കിലും മുഴുവനും പഠിച്ചു വെക്കട്ടോ. ചിലപ്പോൾ മിക്സാക്കി ചോദിക്കും, അതായത് ഖുതുബയുടെ ഫർളുകൾ, ഷർത്തുകൾ, അതുപോലെ സുന്നത്തുകൾ. സുന്നത്തുകൾ ചോദിക്കൽ ജുമയുടെ സുന്നത്തുകളാണ്. ജുമ ദിവസം സുന്നത്തായ കാര്യം. ഇനി അടുത്തത് ഉത്തരം എഴുതാം. 1. ഏറ്റവും ശക്തിയായ സുന്നത്തുള്ള റവാത്തിബ് എത്ര റക്അത്താകുന്നു? ഉത്തരം: 10 റക്അത്താകുന്നു. ചിലപ്പോൾ എപ്പോഴേക്കെന്ന് ചോദിച്ചാൽ അത് എഴുതേണ്ടി വരും കേട്ടോ, അത് പഠിച്ചു വെക്കുക. 2. തയമ്മും എന്നാൽ എന്ത്? ഉത്തരം: നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ചോദ്യം 3. ചത്ത കൊതുകിനെ പള്ളിയിൽ ഇടുന്നതിൻ്റെ വിധി. ഹറാമാണ്. ചോദ്യം 4. വിസർജനം കറാഹത്താണ്. എവിടെ? ഏതായാലും മുഴുവനായിട്ട് പഠിക്കണം. ഉത്തരം: കെട്ടി നിൽക്കുന്ന വെള്ളം.
കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ബസ് സ്റ്റാൻഡ്, ഓഫീസുകളുടെ പരിസരം. ഇവിടെയൊക്കെ വിസർജനം കറാഹത്തായ സ്ഥലങ്ങളാണ്. ഇനി അടുത്തത് തെറ്റ് ശരിയാക്കാം. 1. ളുഹറിൻ്റെ സമയം ഉച്ചതിരിഞ്ഞു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. ഇത് ആദ്യം ആരാണ് ശരിയാക്കി ടൈപ്പ് ചെയ്ത് വിടുന്നത് അവരുടെ കമൻറ്റ് പിൻ ചെയ്യും. ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാം. 1. വഗസിൽ ഹുബിൽ മാഇ വസ്സൽജി വൽ ബറദി. വെള്ളം, ഹിമം, ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്കുകയും ചെയ്യണമേ. അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം. 1. വലാ തഫ്തിന്ന ബഅദഹു അല്ലാഹുമ്മ ലാ തഹരിംന വഗ്ഫിർ ലനാ വലഹു അജ്റുഹു. ശരിയായി കൊടുക്കാം. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ഇതോടുകൂടെ നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ചോദ്യോത്തരം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.